ഇടയ ശുശ്രൂഷ എന്ന വിഷയം വളരെ കാലിക പ്രസക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും തന്നെ ഈ ശുശ്രൂഷയിൽ ഒരളവിൽ എൻഗേജഡാണ്. അല്പമായിട്ടോ അധികമായിട്ടോ ഒക്കെ ഈ മിനിസ്ട്രിയിൽ എൻഗേജഡ് ആയിരിക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ സഹോദരന്മാരും. എന്നാൽ ഈ മിനിസ്ട്രിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇത് ഒരിക്കൽ പഠിച്ച് എന്നേക്കും അങ്ങനെ കൊണ്ടുപോകാവുന്ന ഒരു നിലയിലല്ല. ഒരു സിലബസ് പഠിച്ചു, അത് പിന്നെ എന്നും അത് തന്നെ മതി, സെയിം ഡെഫിനേഷനിൽ സെയിം പെർസ്പെക്റ്റീവിൽ എന്നും ചെയ്തുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചാൽ അത്രയും വിജയിക്കില്ല. ഒരുപക്ഷെ വേദശാസ്ത്ര വിഷയങ്ങളുടെ മറ്റ് പല ഡിപ്പാർട്ട്മെൻറ്റുകളെക്കാളൊക്കെ ഈ ഇടയ ശുശ്രൂഷയിൽ നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിക്കൊള്ളണം. എല്ലായ്പ്പോഴും റെലവൻ്റ് ആയിരിക്കുന്ന വിധത്തിൽ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് പരിശ്രമിച്ചാൽ നമുക്കും വല്ലതുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ സഭകൾക്കും വളരാനായിട്ട് പറ്റുള്ളൂ. നമ്മളിൽ പല ആളുകളും രക്ഷിക്കപ്പെട്ട് ശുശ്രൂഷയിൽ വന്ന കാലത്ത് മൊബൈൽ ഫോൺ ഇല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട ഗുണങ്ങളും ദോഷങ്ങളും ഒന്നുമില്ല. എന്നാൽ അതൊക്കെ ഇന്ന് സഭകളിലുണ്ട്. ഇപ്പം അതിനെക്കുറിച്ചൊക്കെ ആളുകളോട് പറയുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. നമ്മൾ ശുശ്രൂഷയിൽ വന്ന ആ കാലത്ത് ജെൻഡർ പ്രോബ്ലം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഇല്ല. ഇന്ന് സർവത്ര ജെൻഡർ പ്രോബ്ലമാണ്. അപ്പോൾ ആണാരാ പെണ്ണാരാന്ന് പോലും പറഞ്ഞ് പഠിപ്പിക്കേണ്ടുന്ന നിലയിൽ കാര്യങ്ങളുണ്ട്. അന്നത്തെ വിദ്യാർത്ഥികൾ വരുന്ന ക്യാമ്പസുകളല്ല ഇന്നത്തെ നിലയിൽ. കാര്യങ്ങൾ മാറിപ്പോയി. മാരേജിനെ കുറിച്ചുള്ള ഡെഫിനേഷൻസ് അത് കവനൻ്റാന്നൊക്കെ മാറി ഇപ്പം കൂടി താമസിക്കുന്നതാണെന്നുള്ള മാരേജ് എന്നുള്ള പേര് പോലും ഇല്ല. ദൈവത്തെ പോലും ഹീന്ന് വിളിക്കണോ ഷീന്ന് വിളിക്കണോ ഇറ്റെന്ന് വിളിക്കണോ എന്നുള്ള ഡിബേറ്റുകൾ നടക്കുന്ന സമയം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നന്നായി നമുക്ക് ഈ കാലങ്ങളിൽ ഇടയ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമ്മളും ഇന്ന് നടക്കുന്ന ഒത്തിരി കാര്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അപ്ഡേറ്റഡ് ആകുകയും നമ്മുടെ ശുശ്രൂഷയിൽ ദൈവം ആക്കി വെച്ചിട്ടുള്ള സഹോദരന്മാരെയും സഹോദരിമാരെയും എക്യുപ്പ് ചെയ്തെടുക്കുകയും ചെയ്യണമെങ്കിൽ കൂടുതൽ നാം തന്നെ എക്സ്പോസ്ഡ് ആകേണ്ട ആവശ്യം ഉണ്ട് എന്ന കാര്യം പ്രത്യേകം പറയട്ടെ. ഇടയ ശുശ്രൂഷയെ ദൈവം വളരെ താല്പര്യത്തോടെ നോക്കിക്കാണുന്ന ഒരു ശുശ്രൂഷയാണ്. വളരെ താല്പര്യത്തോടെ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭൂമിയിലെ തൻ്റെ ഏറ്റവും വലിയ സ്വത്തെന്ന് പറയുന്നത് തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവജനമാണ്. അവരെയാണ് നമ്മുടെ കൈക്കീഴിൽ ദൈവം ആക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട് നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അവരുടെ അവസ്ഥ എന്താണ് എന്നിത്യാദി കാര്യങ്ങളെ ദൈവം വളരെ ശ്രദ്ധാപൂർവം നോക്കിക്കാണുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവവും മനുഷ്യനും വളരെ താല്പര്യത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് ഷെപ്പേർഡിങ് മിനിസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾ. മാത്രമല്ല, ഈ ശുശ്രൂഷ ചെയ്യുന്ന ഇടയന്മാരുടെ വാല്യൂസ് എന്താണ്, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ്, അവരുടെ താല്പര്യം എന്താണ്, അവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും കർത്താവ് വളരെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. പഴയ നിയമത്തിൽ ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത് ഇടയനായിട്ടാണ്, ഇസ്രായേലിൻ്റെ ഇടയനായിട്ടാണ്. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നല്ല ഇടയൻ. അപ്പം ദൈവം തന്നെ ദൈവത്തെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന വെളിപ്പെടുത്തുന്ന ഒരു രീതി, ദൈവം ഏറ്റവും വലിയ ഇടയനാണ്, ഏറ്റവും നല്ല ഇടയനാണ്. അതുകൊണ്ട് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ചെയ്യുന്ന ശുശ്രൂഷ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷ ആണ് നമ്മളോട് ചെയ്യാനായിട്ട്. ആ അർത്ഥത്തിൽ അതൊരു സാധർമ്മ്യ ശുശ്രൂഷ, അനലോജിക്കൽ മിനിസ്ട്രി എന്നൊക്കെ പറയാം. കർത്താവ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. അപ്പോൾ കർത്താവ് ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം തന്നെ ജീവിതവുമില്ല ജീവനുമില്ലാതെ കിടക്കുന്ന മനുഷ്യർക്ക് ജീവൻ കൊടുക്കാനും, അല്പമായിട്ടുള്ള ജീവനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനും അത്രേ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ശുശ്രൂഷ അങ്ങനെയാണ്. ചൈതന്യമില്ലാതെ കിടക്കുന്ന ഒരു സഭയിൽ ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കൊണ്ട് ആ സഭ ചൈതന്യവും ശക്തിയും ജീവനും പ്രാപിച്ച് വളരെ കരുത്തുറ്റ ഒരു നിലയിലേക്ക് അത് വരണം. അപ്പോൾ ആ നിലയിൽ ഒരു ജീവനെ സന്നിവേശിപ്പിക്കുന്ന, ജീവനെ പകർന്നു കൊടുക്കുന്ന, പങ്കുവയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത്. അവർക്ക്
ആന്തരികമായിരിക്കുന്ന ബലം കൊടുത്ത്, അവർക്ക് വൈകാരികമായിരിക്കുന്ന ബലം കൊടുത്ത്, അവരുടെ മനസ്സിന് ഒരു പുതുക്കം വരുത്തി, അവർക്കൊരു പുതിയ ദർശനം കൊടുത്ത്, ഉത്സാഹമില്ലാത്തവരെ ഉത്സാഹത്തിലേക്ക് കൊണ്ടുവന്ന്, സമർപ്പണമില്ലാത്തവരെ സമർപ്പണത്തിലേക്ക് നയിച്ച്, അങ്ങനെ ജീവൻ്റെ ഒരു ധാരാളിത്തം, ജീവൻ്റെ ഒരു ഔട്ട്ഫ്ലോ ഉള്ള നിലയിലേക്ക് ആ ചർച്ച് വളരണം. അതാണ് കർത്താവ് വാസ്തവത്തിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകാനും അത്രേ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മിനിസ്ട്രി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഉള്ള ജീവനും കൂടെ പോയാലോ, ഉള്ള ഉത്സാഹവും കൂടെ പോയാലോ, ഉള്ള ശക്തിയും ചൈതന്യവും കൂടെ നഷ്ടപ്പെട്ടു പോയാൽ എന്തു ചെയ്യും? തുടങ്ങിയപ്പം 100 പേരുണ്ടായിരുന്നു, ഇപ്പോൾ 25 പേരേ ഉള്ളൂ. ഇതിൽ പോയിന്ന് ചോദിച്ചാൽ ഒരു പിടുത്തവും ഇല്ല എന്ന നിലയിലേക്ക് ആയാൽ, പ്രിയമുള്ളവരെ, അത് ഒരു നല്ല മിനിസ്ട്രിയാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ കർത്താവ് ചെയ്ത കാര്യവും കർത്താവിൻ്റെ മനസ്സിലുള്ള കാര്യവും എന്താണോ അതൊക്കെ തന്നെയാണ് നമ്മളോടും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. കുറച്ച് നാളത്തേക്കല്ല, എത്ര നാളത്തേക്കായാലും ശരി. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ജനത്തിന് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും. എന്നാൽ പലപ്പോഴും സഭകളിലെ ശുശ്രൂഷകൾക്ക് ഒരു കാലം കഴിയുമ്പോഴത്തേക്കും ഉള്ള ജീവൻ പകുതി അങ്ങ് പോകും. ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജീവനില്ല, ഒരു കയ്യടി പോലും ഇല്ല, ഒരു ചൈതന്യമില്ല. ഒന്ന് സ്തോത്രം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ അരമണിക്കൂർ നിശബ്ദതയായി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആരാ ചെയ്യുന്നേ എന്ന നിലയിലേക്ക് ആയി പോകുന്നു. ഒരു ഗോസ്പൽ പറയാനായിട്ട് ബേർഡനുള്ള ആളുകളില്ല, ബൈബിൾ ക്ലാസ്സിന് പിന്നെ ആരും വരില്ല, ഉപവാസ പ്രാർത്ഥനയൊന്നും ഇല്ല. അപ്പോൾ ആ നിലയിലേക്ക് സഭയും സഭയുടെ ശുശ്രൂഷകളും വിശ്വാസികളുടെ ജീവനും ഒക്കെ അങ്ങനെ ഇല്ലായ്മപ്പെട്ടു പോകുന്ന ഒരു മിനിസ്ട്രി പലപ്പോഴും സംഭവിക്കാറുണ്ട്. എന്നിട്ടും ഈ ചർച്ച് നിലനിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ. പണ്ട് ഒരു റോമൻ കത്തോലിക്ക വേദശാസ്ത്രി അവരുടെ സഭയെക്കുറിച്ച് അപ്പോളജറ്റിക്കായിട്ട് പറഞ്ഞ ഒരു കാര്യം, ഇത് ദൈവത്തിൻ്റെ സഭയാണെന്ന് ഞാൻ വിശ്വസിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കർദിനാളന്മാരും വേദശാസ്ത്രികളും എല്ലാം ഇത്രയും 2000 വർഷത്തെ പണി ചെയ്തിട്ട് ഇത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെ ഇത് ദൈവത്തിൻ്റെ പണിയാണെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ അത് ഇവിടെയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റൻ്റുകാരുടെ സഭകളും വേലയും ശുശ്രൂഷയും ഇത്രയും പണി ചെയ്തിട്ട് നിലനിൽക്കുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് കർത്താവ് അതിൻ്റെ തലപ്പത്തുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എന്ന് ചില സമയത്ത് പറയേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ആടുകളുടെ ജീവനെ ഊറ്റിയെടുക്കുന്ന ശുശ്രൂഷയിലേക്കല്ല, ആടുകൾക്ക് ജീവനെ സപ്ലൈ ചെയ്യുന്ന ഒരു മിനിസ്ട്രിയിലേക്കാണ്. അതിനകത്ത് സ്പിരിച്വൽ ലൈഫുണ്ട്, ഇമോഷണൽ ലൈഫുണ്ട്, മെൻ്റൽ ലൈഫുണ്ട്, എല്ലാം ഉണ്ട്. എവ്രിതിങ്, എല്ലാ കാര്യങ്ങളും സപ്ലൈ ചെയ്യുക മാത്രമല്ല, ദൈവത്തിൻ്റെ ജനം അങ്ങനെ പുഷ്ടി പ്രാപിക്കുന്ന, ബലപ്പെടുന്ന, ശക്തിപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവമക്കൾ ഉയർന്നു വരണം. അതാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പഴയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 23-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അത് നമ്മളെ അല്പം ചിന്തിപ്പിക്കുകയും ഭയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രസ്താവനയാണ്. അവിടെ പറയുന്നത്, എൻ്റെ മേച്ചിൽ പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് തൻ്റെ ജനത്തെ മേയിക്കുന്ന ഇടയന്മാരെക്കുറിച്ച് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ച് കളഞ്ഞിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇടയന്മാരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിച്ച് നോക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ നേതാക്കന്മാർ, അതിൻ്റെ ഇടയന്മാരെക്കുറിച്ച് കർത്താവ് പറയുന്ന ഏറ്റവും വലിയ ആരോപണം ഒന്ന്, അവർ എൻ്റെ ജനത്തെ നശിപ്പിച്ചു കളയുന്നു എന്നാണ്. എൻ്റെ മേച്ചിൽ പുറത്തിയ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർ എന്നാണ് ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇടയന്മാരെക്കുറിച്ച് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത്, അവർ ആടുകളെ സൂക്ഷിക്കുന്നില്ലെന്നുള്ളത് മാത്രമല്ല, ആടുകളെ ചിതറിച്ച് കളയുന്ന ഒരു പരിപാടിയിൽ അവർ ഏർപ്പെട്ടിരിക്കുന്നു. അതുമാത്രമല്ല, ഇവിടെ പറയുന്നത് ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ അവയെ ചിതറിച്ച് ഓടിച്ച് കളഞ്ഞിരിക്കുന്നു. അപ്പം നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആടുകളെ പറഞ്ഞു വിടാനായിട്ട് പറ്റുമോ? നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ചിതറിച്ച് വിടാനായിട്ട് പറ്റുമോ? നിസ്സാര കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി തൊട്ട് നിങ്ങൾ ഈ ചർച്ചിലേക്ക് പോരണ്ട എന്ന് പറയാൻ പറ്റുമോ? ഇതൊക്കെയാണോ ഇടയന്മാർക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൗത്യവും ഉത്തരവാദിത്വവും എന്ന് പറയുന്നത്? അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല.
നാം നമ്മെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നാം ഒരു സഭയുടെ മുൻപിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളാണ് എന്നത് സത്യമാണ്. പക്ഷെ അതിൻ്റെ മറുവശം എന്ന് പറയുന്നത് സഭയുടെ ഉടമസ്ഥൻ നമ്മളാരുമല്ല. നമ്മുടെ സ്വാതന്ത്ര്യം പോലെയും നമ്മുടെ ഇഷ്ടം പോലെയും നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒരിക്കലും അനുവാദം ഇല്ല. ഇതിൻ്റെ യഥാർത്ഥ ഇടയനും യഥാർത്ഥ ഉടമസ്ഥനും ശിരസ്സും എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ്റെ വചനത്തിൽ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വെളിച്ചമുണ്ട്, അതിനെക്കുറിച്ചുള്ള ഡിറക്ഷൻസൊക്കെ ഉണ്ട്. അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മുടെ ശുശ്രൂഷകളെ ക്രമപ്പെടുത്തുമ്പോഴാണ് ദൈവമക്കൾക്ക് വളർച്ചയും ആശ്വാസവും പുരോഗതിയും ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഭവിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. അപ്പോൾ ഇതെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ആരെ പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്, എൻ്റെ മുകളിൽ ആരുമില്ല, ആരും ചോദിക്കാനൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത്, ഇതാ ഞാൻ നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ശുശ്രൂഷ ഏറ്റെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ആരാ നമ്മളോട് ചോദിക്കാനുള്ളത്? അങ്ങനെയൊന്നും ആരും വരുമൊന്നുമില്ല. സ്നേഹത്തിൻ്റെ നിർബന്ധമുള്ളൂ, അതിലപ്പുറത്തേക്ക് ആർക്കും അധികാരമൊന്നുമില്ല. ചോദിച്ചാലും കുഴപ്പമില്ല, ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിരുന്നാൽ നമ്മൾ സാഹചര്യത്തിൻ്റെ ഗൗരവ സ്വഭാവത്തെ മനസ്സിലാക്കാത്ത ആളുകളാണ്. കർത്താവ് പറയുന്നത് ഞാൻ തന്നെ ചോദിക്കുമെന്നാണ് പറയുന്നത്, ഞാൻ തന്നെ ചോദിക്കും. അപ്പം നമ്മുടെ കെയറിലും നമ്മുടെ ശുശ്രൂഷയിലും ഭരമേൽപ്പിച്ചിരിക്കുന്നതായിരിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് നമുക്ക് ഒരു കണക്ക് തീർച്ചയായിട്ടും വേണം. ദൈവത്തിൻ്റെ കരങ്ങളിലും അങ്ങനെ ഒരു കണക്കുണ്ട്. നാം അവയെ എന്ത് ചെയ്യുന്നു? അവരെ ചേർത്ത് നിർത്തുന്നോ, അവരെ പണിതുയർത്തുന്നോ, അവർക്ക് ആത്മീയമായ ഉത്സാഹവും അവർക്ക് വൈകാരികമായിരിക്കുന്ന ബലവും ശക്തിയും ഒക്കെ പകർന്ന് പങ്കുവെച്ച് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ എന്ന കാര്യം കർത്താവ് വളരെ താല്പര്യത്തോടെ നോക്കുന്നു, ശ്രദ്ധയോടെ നോക്കുന്നു. പ്രിയമുള്ളവരെ, അത് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ജെയ് ആഡംസിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം ഒരു സഭയുടെ പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചർച്ചിലെ ഒരു ചെറുപ്പക്കാരനായിരിക്കുന്നയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ അടുത്ത് വന്നിരുന്ന ഇടയ്ക്ക് കരഞ്ഞിട്ട് പുള്ളി അങ്ങ് എഴുന്നേറ്റ് പോകും. അങ്ങനെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇദ്ദേഹം മരിച്ചുപോയി. അപ്പോഴും ഈ ജെയ് ആഡംസിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. നല്ലൊരു ചെറുപ്പക്കാരനാണല്ലോ, അദ്ദേഹം മരിച്ചു പോകാനായിട്ട് ഇടയായി തീർന്നല്ലോ, എന്താ പ്രയാസം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ ചലഞ്ച് ചെയ്ത ഒരു കാര്യമാണ്. ഞാൻ ശുശ്രൂഷ ചെയ്ത ഒരു ചർച്ചിൽ ഒരു ചെറുപ്പക്കാരൻ പലവട്ടം എൻ്റെ അടുത്ത് വന്നിരുന്നു, കരഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അവൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓൾ ഓഫ് എ സഡൻ അവൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. എന്ത് സംഭവിച്ചു? എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും പഠിക്കാനും ഇടയ ശുശ്രൂഷയെക്കുറിച്ച് കുറച്ചും കൂടെ ഡെപ്തിൽ അദ്ദേഹം പഠിക്കാനൊക്കെ ആരംഭിച്ച സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി ഒരുപക്ഷെ അദ്ദേഹം ആ ദിവസങ്ങളിൽ എന്തോ രോഗപ്രയാസങ്ങൾ വന്ന് ഡോക്ടർമാരുടെ അടുക്കൽ ചെന്ന് കാണും. ഡോക്ടർമാർ പറഞ്ഞു കാണും, ഇത് അഡ്വാൻസ്ഡ് സ്റ്റേജായി, ഒരുപക്ഷെ നീ അധികം ദിവസം മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞു കാണും. അപ്പോൾ അത് താങ്ങാനായിട്ടുള്ള ഒരു ശേഷിയില്ലാത്തതുകൊണ്ട് അദ്ദേഹം തൻ്റെ സഭയുടെ ഇടയൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു. അപ്പോൾ ഇടയനെ സംബന്ധിച്ച് ഒന്നും അറിയില്ല, എന്താണെന്നൊന്ന് ഗസ് ചെയ്യാനോ ചിന്തിക്കാനോ ഈ പറയുന്ന ആളെ ഒന്ന് വിലയിരുത്താനോ ഒന്നും തനിക്ക് കഴിഞ്ഞില്ല. താൻ മരിച്ചു, അപ്പം ഞാനൊന്നും ചെയ്തിട്ടല്ല അവൻ മരിച്ചത്. പക്ഷെ അവനോട് ഒരു വാക്ക് ആശ്വാസം പറയാനോ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു കൊടുക്കാനോ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ചിന്ത തനിക്ക് തൻ്റെ ഇടയ ശുശ്രൂഷയെ പുനർനിർവചിക്കാനും അതിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ചും കൂടെ വിശദമായിട്ടുള്ള ഒരു ബിബ്ലിക്കൽ കോൺസെപ്റ്റ് തന്നെ ഈ വിഷയത്തിൽ ഡെവലപ്പ് ചെയ്ത് പഠിക്കാനും ശുശ്രൂഷ ചെയ്യാനും പിന്നീട് അദ്ദേഹം അതിനെയൊക്കെ ഒത്തിരി പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് കരയുന്നു, അല്ലെങ്കിൽ നമ്മളെ കണ്ടിട്ട് കാണാതെ പോകുന്നു, അല്ലെങ്കിൽ ചർച്ചിൽ വരുന്നില്ല, വരാതിരിക്കുന്നു, വന്നാൽ തന്നെ സ്ലീപ്പിയാണ്, പാസീവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇതിനെയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഈ മനുഷ്യൻ്റെ പ്രശ്നം എന്താണ്? ഇദ്ദേഹത്തിന് എന്തെങ്കിലും വിഷയമുണ്ടോ? ടെർമിനൽ രോഗങ്ങൾ വല്ലതും ഉണ്ടോ? വല്ല പാപത്തിലും അകപ്പെട്ടിട്ടുണ്ടോ? ഒറ്റപ്പെടലാണോ? ഡിപ്രഷനാണോ? പ്രിയമുള്ളവർ, ഇതൊന്നും അസസ് ചെയ്യാനോ സൊല്യൂഷൻ പറയാനോ നമുക്ക് പലപ്പോഴും പറ്റാറില്ല. അപ്പോൾ നമ്മൾ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഞായറാഴ്ച രാവിലെ വരുന്നു, വന്നിട്ട് നമ്മൾ സഭായോഗമൊക്കെ അപ്പോഴത്തെ ഒരു മേമ്പൊടിയൊക്കെ വെച്ച് 2 പാട്ടൊക്കെ തപ്പി കണ്ടുപിടിക്കുന്നു, പാടുന്നു, ഒരു പ്രസംഗം പറയുന്നു, ആശീർവാദം പറയുന്നു, എല്ലാവരും ഒക്കെ ആയിട്ട് കൈ കൊടുക്കുന്നു, പോകുന്നു. ഈ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതാണോ?
ഇടയ ശുശ്രൂഷ എന്ന് പറയുന്ന ആടുകളുടെ കൂടെ ഇരിക്കാനും നടക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും ആരായാനും അവരോടൊത്ത് സഹതപിക്കാനും പ്രാർത്ഥിക്കാനും എൻകറേജ് ചെയ്യാനും നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അതിനെ ഇടയ ശുശ്രൂഷ എന്ന് നമ്മൾ എങ്ങനെ പറയാനായിട്ട് പറ്റും? നമ്മുടെ കർത്താവ് ഇടയനാകുന്നു, ശ്രേഷ്ഠ ഇടയനായിരുന്നു. താൻ 3.5 വർഷകാലം തൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ രാവും പകലും ഇരിക്കുകയും നടക്കുകയും കിടക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത വ്യക്തിത്വമാണ് എന്ന കാര്യം നമുക്കറിയാം. നമ്മുടെ ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇതിൻ്റെ 7 അയലക്കത്ത് വരുന്നില്ല. ഞായറാഴ്ച ഒരു ദിവസം കാണുന്നു, അല്ലാത്ത ദിവസങ്ങളിൽ ഫോൺ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിളിച്ചെന്നായി, അല്ലെങ്കിൽ വിളിച്ചില്ലെങ്കിലായി, അല്ലെങ്കിൽ ഒരു പിടുത്തവും ഈ ആൾ എവിടെയാണ് എന്ത് സംഭവിച്ചു ഒരു പിടുത്തവും ഇല്ലാത്ത ഒരു ശുശ്രൂഷയാണ് പലപ്പോഴും ചെയ്തു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ മീറ്റിങ്ങിൽ നമ്മൾ ഈ വിഷയം വെച്ച് നമ്മൾ ചിന്തിക്കുമ്പം നമുക്കൊരു അനുതാപവും ഒരു മാനസാന്തരവും ഒരു ഹൃദയനുറുക്കമൊക്കെ നമുക്ക് തന്നെ വാസ്തവത്തിൽ ആവശ്യമാണ്. കർത്താവ്, ഞാൻ നീതിയായിട്ടും സത്യസന്ധമായിട്ടും പരമാർത്ഥമായിട്ടും ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് റിസൈൻ ചെയ്ത് പോകണമെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു പുനഃസമർപ്പണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്ക് മുന്നോട്ട് പോകാം. മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഇടയ ശുശ്രൂഷയിലേക്ക് ഒരു മനുഷ്യന് ആകസ്മികമായിട്ട് വരുന്നതല്ലെന്നാണ് വേദപുസ്തകം പറയുന്നത്. ചിലപ്പം പറയാറുണ്ട്, ഉച്ച കഴിഞ്ഞിങ്ങനെ കൂടിയ സമയത്ത് സഹോദരന്മാരൊക്കെ ഇരുന്ന സമയത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് സഭയുടെ ശുശ്രൂഷയിൽ ഇന്ന സഹോദരനൊക്കെ മുന്നോട്ട് വാ, നിങ്ങളങ്ങ് ചെയ്യ്. ഞാൻ അങ്ങ് സമ്മതിച്ചു, ഞാൻ അങ്ങനെ ആയിപ്പോയി എന്നുള്ളതല്ലാതെ എനിക്കിതിന് വിളിയും എനിക്ക് ഉത്തരവാദിത്വവും ഗൗരവ സ്വഭാവമൊന്നും ഇല്ല എന്ന് ചിലപ്പോഴെങ്കിലും ആളുകൾ തമാശയായിട്ടും പകുതി കാര്യമായിട്ടും ഒക്കെ പറയാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ അങ്ങനെയല്ല പറയും. ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവവിളിയില്ലാതെ ദൈവം ശുശ്രൂഷയിലാക്കി വയ്ക്കാതെ അതിലേക്ക് വന്നാൽ അത് ഭംഗിയായി ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും സാധിക്കില്ല. എന്നാൽ ആ വിളി ലഭിച്ച ആളുകൾ അതിലേക്ക് വന്നിട്ട് അത് ഭംഗിയായി ചെയ്യാതിരുന്നാൽ അത് അവർക്ക് ഐശ്വര്യമായിട്ട് തീരുകയുമില്ല. അതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. 1-2 വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. ഇവിടെ പറയുന്നത്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവസഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചു. അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ യാദൃശ്ചിക സന്ദർഭവശാൽ ഈ മിനിസ്ട്രിയിൽ വന്നതല്ല, അങ്ങനെ വന്ന ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ തന്നെ ഒരു പൊളിച്ചെഴുത്ത് വളരെ ആവശ്യമാണ്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന ശുശ്രൂഷയിൽ ആയി വന്നത് അതിൻ്റെ പിറകിൽ സർവശക്തനായിരിക്കുന്ന ദൈവത്തിൻ്റെ കരമുണ്ട്, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക വിളി, ഒരു സ്പെഷ്യൽ കോള് തന്നെ ആ മിനിസ്ട്രി സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയെ മേയ്പ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ, എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ഈ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഈ സ്ഥാനത്ത് ആക്കി വച്ചിരിക്കുന്നത് എന്ന ആഴമേറിയ ഒരു കൺവിക്ഷൻ നമ്മുടെ ഉള്ളിൽ വളരെ ആവശ്യമാണ്. അങ്ങനെ ഒരു കൺവിക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിൽ നമ്മൾ നിലനിൽക്കുള്ളൂ. ഇപ്പം കല്യാണത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പറഞ്ഞാൽ ഈ കല്യാണം സന്ദർഭവശാൽ അബദ്ധത്തിൽ നടന്നുപോയ ഒരു കാര്യമല്ല. നമ്മൾ പറയുന്നത് ഈ കല്യാണത്തിൽ ദമ്പതിമാരെ യോജിപ്പിക്കുന്നത് ദൈവം തന്നെയാണ്. ദൈവം യോജിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഉറപ്പുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ജീവിതത്തിന് നേരെ വരുന്ന ഏത് കാര്യത്തെ അതിജീവിച്ച് പോകാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ദൈവമാണ് നിങ്ങളെ യോജിപ്പിച്ചിരിക്കുന്നത്. എന്നതുപോലെ സഭയെ സംബന്ധിച്ച് പറയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലോ, ഈ സഭയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ശുശ്രൂഷകൾ, അതൊക്കെ ചെയ്യാനായിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, എനിക്കൊരു വിളി തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിൽ ഞാൻ നേരിടുന്നതായിരിക്കുന്ന കാര്യങ്ങളെ നേരിടാനുള്ള കഴിവും ശക്തിയും പ്രാഗൽഭ്യവും ബുദ്ധിയൊക്കെ ദൈവം എനിക്ക് തരും എന്നുള്ള ഉറപ്പ് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. തന്നെയുമല്ല, ആ ഒരു ബോധ്യം എന്ന് പറയുന്നത് നമ്മുടെ ശുശ്രൂഷയെ കുറച്ചും കൂടെ ആധികാരികമായിട്ടും കുറച്ചും കൂടെ മെച്ചപ്പെട്ട നിലയിലും നന്നായിട്ടും ആളുകളുടെ മുൻപാകെ ചെയ്യാൻ നമ്മളെ ബലപ്പെടുത്തുന്ന, അതിന് ഒരു കോൺഫിഡൻസ് നൽകുന്നതായിരിക്കുന്ന ഒരു പ്രസ്താവനയാണ്. നിങ്ങൾ തനിയെ വന്നതല്ല, സന്ദർഭവശാൽ അങ്ങനെ ആയിപ്പോയതല്ല, പിന്നെ എന്താണ്? അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അത് മാത്രമല്ല, പൗലോസ് അതിനെക്കുറിച്ച് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. 1 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ, അപ്പോൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയുണ്ട്, എൻ്റെ ഉള്ളിലും
ഒരു ഡിസയറുണ്ട്, ഒരു നല്ല ആഗ്രഹം, നോബിൾ ഡിസയർ എന്നാണ്. ഒരു നല്ല ആഗ്രഹം. എന്താണ് ആഗ്രഹം എന്ന് പറയുന്നത്? ഈ ചർച്ചിലെ വിശ്വാസികളുടെ പുരോഗതിക്കും നന്മയ്ക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നല്ലതാണ്, ചെയ്യാതിരുന്നാൽ ഇവരൊക്കെ എന്തായി തീരും എന്ന ഒരു ചിന്ത തീർച്ചയായിട്ടും വേണം. ഞാനും എൻ്റെ സ്പിരിച്വൽ മിനിസ്ട്രിയിലേക്ക് വന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ വലിയ വിളിയുണ്ടെന്നും ഒന്നും എനിക്കറിയില്ല, പക്ഷേ ചിന്തിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്രയും ആളുകളൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഈ ആളുകളുടെ കാര്യങ്ങൾ നമ്മളല്ലാതെ വേറെ ആരാ നോക്കുന്നത്? നമ്മൾ നോക്കേണ്ടതല്ലേ? നമ്മൾ നോക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ? ഇല്ലെങ്കിൽ ഈ വരുന്ന ആളുകൾ കുറേ കഴിയുമ്പോൾ നിരാശപ്പെട്ടു പോവും. ഇപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ അപ്പസ്തോല പ്രവൃത്തികളിൽ വായിക്കുന്നത് പോലെ എന്താ വായിക്കുന്നത്? ദൈവത്തെ വിശ്വസിക്കുക മാത്രമല്ല, സുവിശേഷകനായ ഫിലിപ്പോസിനെയും അവർ വിശ്വസിച്ചെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം മാത്രം വിശ്വസിച്ചല്ല ആളുകൾ മുന്നോട്ട് വരുന്നത്. അത് പ്രസൻറ്റ് ചെയ്ത ആളുകൾ, ചേർച്ചിൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകളെയും വിശ്വസിച്ചാണ് ഈ ആളുകൾ മുന്നോട്ട് വരുന്നത്. അവർ നമ്മളെ മുന്നോട്ട് നടത്തും, ശരിയായ ദിശയിലേക്ക് എത്തിക്കും എന്നൊരു ചിന്ത തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ ഉണ്ട്. ഒരിക്കൽ ഒരു ശവസംസ്കാര ശുശ്രൂഷ നടക്കുന്നതിൻ്റെ തലേ ദിവസം ഒത്തിരി അവിശ്വാസികൾ ആ വീട്ടിലിങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. അവരെല്ലാം കാത്തലിക്സാണ്. നമ്മുടെ ചർച്ച് അവിടെ തുടങ്ങിയിട്ട് അധികം കാലമായില്ല. അപ്പോൾ ഇതിൻ്റെ സമയത്ത് അവിടെ ആളുകൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇത് എന്തായി തീരും, ഇത് എവിടെ കൊണ്ടേ അടക്കും, ഇതെന്നാ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പം നമ്മളെ അറിയാവുന്ന ഒരു അവിശ്വാസിയായ സ്നേഹിതൻ പറഞ്ഞു, ആ സഹോദരന്മാർക്ക് അറിയായിരിക്കും, അവർക്ക് അതിനെക്കുറിച്ചൊരു പ്ലാൻ കാണും, എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യാതിരിക്കുകയില്ല. പ്രിയമുള്ളവർ, ഇത് ആളുകൾക്ക് നമ്മിലുള്ള ഒരു ട്രസ്റ്റാണ്. ഒരാവശ്യം വന്നാൽ, ഒരു നീഡ് വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഈ സഹോദരന്മാർ എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും ചെയ്യാതിരിക്കുകയില്ല. ഒന്നുകിൽ ഒരു ആലോചന പറഞ്ഞു തരും, അല്ലെങ്കിൽ നമ്മുടെ അടുക്കൽ വരും, അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറേഞ്ച്മെൻറ്റ്, ഒരു ഓൾട്ടർനേറ്റീവ് നമുക്ക് വേണ്ടി ചെയ്യും, നമ്മളെ കൈവിട്ട് കളയില്ല എന്നുള്ള ഒരു ചിന്തയും ബോധ്യവും ആളുകളുടെ ഉള്ളിൽ, ഈവൻ അവിശ്വാസികളുടെ ഇടയിൽ പോലും ദൈവസഭയുടെ മുൻപിൽ നിൽക്കുന്ന ഇടയന്മാരെ സംബന്ധിച്ച് ഉണ്ട്. അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിനകത്ത് രണ്ട് വശമുണ്ട്. ഒന്ന്, കർത്താവിൻ്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യണമെന്നുള്ളൊരു ഡിസയർ, എൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, ബേർഡനുണ്ട്. അതിൻ്റെ മറുവശത്ത് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന വിളിയുടെ ഉറപ്പ്. ആ ഉറപ്പ് എങ്ങനെ പ്രാപിക്കാം? നമ്മളതിനെക്കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിനിസ്ട്രിയുടെ നന്മ, അതിൻ്റെ ഫലം ഒരു ഉറപ്പാണ്, ഒരു വിളിയാണ്. അതിനെക്കുറിച്ച് സഭയിൽ സഹോദരന്മാരുടെ പ്രതികരണങ്ങൾ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. നമ്മളെ വചനം പഠിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്യുന്ന മുതിർന്ന സഹോദരന്മാരുടെ അഭിപ്രായങ്ങൾ അതിലൊരു പ്രസക്തമായ വിഷയമാണ്. നമ്മുടെ ജീവിത പങ്കാളികൾ, ഭാര്യമാരുടെ ഒരു അഭിപ്രായം അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതൊക്കെ ചേർന്ന് കഴിയുമ്പം ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, എന്നെ ദൈവം വിളിച്ചിരിക്കുന്നു, ഈ മിനിസ്ട്രിയിലാക്കി വെച്ചിരിക്കുന്നു, ഇത് ചെയ്യാനുള്ള ഉത്തരവാദിത്വവും കടപ്പാടും എന്നെ സംബന്ധിച്ചുണ്ട് എന്ന ഡീപ്പർ കൺവിക്ഷൻ. ആ കൺവിക്ഷൻ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശുശ്രൂഷ ഒത്തിരി വിജയിക്കും, ഒത്തിരി അനുഗ്രഹമായി തീരും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വിട്ടേച്ച് ഇതിലെ ഒന്നും പോകാനായിട്ട് പറ്റില്ല. ഇപ്പം പോളികാർപ്പിനെ കുറിച്ച് ചരിത്രത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 മണിക്കൂർ സമയം വേണം, വേറെ ഒന്നിനുമല്ല. എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് എൻ്റെ ഈ ശുശ്രൂഷയിലുള്ള വിശ്വാസികളെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാനുള്ള ഒരു സമയം വേണം. അതിനുശേഷം അറസ്റ്റ് ചെയ്തോ, ഞാൻ വരാം, തല്ലുവോ കൊല്ലുവോ എന്നെ ചെയ്താലും വിഷയമില്ല. അപ്പോൾ ആ 2 മണിക്കൂർ സമയം അദ്ദേഹം എടുത്ത് ആ ചർച്ചിലെ എല്ലാ വിശ്വാസികളെയും പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടു. താൻ അറസ്റ്റഡായി, താൻ പോകാനായിട്ടിടയായി തീർന്നു. പ്രിയമുള്ളവർ, അതാണ് ശരിക്കുള്ള ഇടയ ശുശ്രൂഷ എന്ന് പറയും. ലൈഫ് ഗിവിങ്, ആളുകളെ ജീവൻ്റെ സമൃദ്ധിയിലേക്ക് നയിക്കുന്ന, ആശ്വാസത്തിലേക്ക് നയിക്കുന്ന, പ്രതീക്ഷയിലേക്ക് നയിക്കുന്ന, ഉത്സാഹത്തിലേക്ക് നയിക്കുന്ന, പുതിയ ഉത്തരവാദിത്വ ബോധത്തിലേക്ക് നയിക്കുന്ന, മെച്ചപ്പെട്ട പുൽപ്പുറങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്ന ശുശ്രൂഷയാണ് ഇടയന്മാരുടെ ശുശ്രൂഷ. അല്ലാതെ ഒരു സഭായോഗം എങ്ങനെയെങ്കിലും നടത്തിയെടുക്കുക എന്നുള്ളതല്ല. അല്ലെങ്കിൽ ഒരു വിവാഹ ശുശ്രൂഷയിൽ ഒരു MC ചെയ്തു, അല്ലെങ്കിൽ സോളംനൈസ് ചെയ്തു, അത് നമ്മുടെ ഇടയ ശുശ്രൂഷയുടെ എന്താണ് ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പോലും അതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ചെയ്യാനായിട്ട് പല ആളുകളെ കൊണ്ട് ഒരു പക്ഷേ സാധിക്കുമായിരിക്കും. എന്നാൽ അതിനേക്കാൾ ഉപരിയായിരിക്കുന്ന ഒരു മിനിസ്ട്രി ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ട്. ഒരു സഭയുടെ ധൈര്യം, ഒരു സഭയുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് കർത്താവിൽ മാത്രമല്ല, ആ സഭയുടെ മുമ്പിൽ നിൽക്കുന്ന ദൈവദാസന്മാർ, അതിൻ്റെ ഇടയന്മാരിലുള്ള ആ ജനത്തിൻ്റെ ഉറപ്പാണ് അവരുടെ ഒരു വലിയ ഉറപ്പെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവർ
ചാഞ്ഞും ചെരിഞ്ഞും പോകും. അവർക്ക് നേരെ നിൽക്കാനും ബലപ്പെട്ട് നിൽക്കാനും ഒരിക്കലും സാധിക്കുകയില്ല. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിനുള്ള ഒരു വലിയ ഒരു ഉത്തരവാദിത്വ ബോധം ദൈവം നമ്മുടെ ഉള്ളിൽ തരട്ടെ. ഒരു സഭയുടെ സ്ട്രെങ്ത്തും അവരുടെ കംഫേർട്ട്, അവരുടെ ആശ്വാസവും എന്നത് ആ സഭയുടെ മുൻപിൽ നിന്ന് ശുശ്രൂഷ ചെയ്യുന്ന വിശ്വസ്തരായിരിക്കുന്ന ഇടയന്മാരിലാണ് എന്ന കാര്യം നാം പ്രത്യേകം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. പ്രത്യേകം ഓർക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് എന്ത് സംഭവിക്കുന്നു, നാം എന്തൊക്കെ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതൊക്കെ മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ. അതൊക്കെ ആളുകളെ വളരെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഞാനിവിടെ ഒരു ചെറിയൊരു ഡെഫിനിഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ദൈവം തൻ്റെ ദാസന്മാരായിരിക്കുന്ന ആളുകളെ വിളിച്ച് ആക്കി വയ്ക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ദൈവം അവരെ അതിന് ശക്തിപ്പെടുത്തുന്നു, എക്വിപ്പ് ചെയ്യുന്നു, ഒരു ശുശ്രൂഷ ചെയ്യാനായിട്ട്. ഒരു ഇടയൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഒരു സർജന് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. ഒരു ഇടയൻ്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റിന് സൃഷ്ടിച്ചെടുക്കാൻ പറ്റില്ല. ഒരു ഇടയൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ്. അതൊരു മനുഷ്യൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് മുന്നോട്ട് വരുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു 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 പ്രത്യേക മൈൻഡ് സെറ്റാണ്. ആ സഹോദരനെ കണ്ടില്ലല്ലോ, അപ്പോൾ ഒരു സങ്കടം. ആ സഹോദരി വന്നില്ലല്ലോ, ഒരു സങ്കടം. അപ്പോൾ ചില ആളുകളെ കാണാനില്ലല്ലോ, ഒരു സങ്കടം. അല്ലെങ്കിൽ അവർ വചനം പഠിക്കുന്നില്ലല്ലോ, നമുക്കൊരു സങ്കടം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ഇടയൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഒരിക്കലും സൃഷ്ടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അത് ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ സൃഷ്ടിക്കുന്ന അത്ഭുതകരമായിരിക്കുന്ന ഒരു പരിപാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇടയ ഹൃദയം. അത് നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തരുത്. അതിനെ നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. അടുത്തത് മിനിസ്ട്രി ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്ന ഇടങ്ങൾ നമ്മൾ സാധാരണഗതിയിൽ തീരെ പറയാത്ത ഒരു കാര്യമാണ്. നമ്മുടെ വിശ്വാസികളുടെ, ആടുകളുടെ വൈകാരിക ആവശ്യങ്ങളോട് ക്രിയാത്മകമായിരിക്കുന്ന ഒരു പ്രതികരണം നമുക്ക് ആവശ്യമാണ്. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉള്ളവരായിരുന്നു. ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. ഈ സഭയുടെ ഇടയന്മാരെ കുറിച്ച് പറയുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ചും തൻ്റെ സഹപ്രവർത്തകരെക്കുറിച്ചും പറയുന്ന ഒരു പ്രസ്താവനയാണ്, ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. എല്ലാ സഭയിലെയും ആടുകളുടെ ഒരു വലിയ ആഗ്രഹമാണ്, എൻ്റെ പ്രയാസങ്ങൾ ഈ സഹോദരന്മാരൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ, എൻ്റെ സിറ്റുവേഷൻ ഇവർക്കൊന്ന് പിടുത്തം കിട്ടിയായിരുന്നെങ്കിൽ, എൻ്റെ നിസ്സഹായകത ഈ ചർച്ചിലെ മൂപ്പന്മാർക്കൊന്ന് പിടുത്തം കിട്ടിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ധാരാളം വിശ്വാസികളുണ്ട്. എന്നെ ഒന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ, എൻ്റെ പ്രയാസങ്ങളൊന്ന് മനസ്സിലാക്കിയായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് ചിന്തിക്കുന്ന എത്രയോ ആളുകൾ സഭകളിൽ ഉണ്ട്. ഏതെങ്കിലും ഒരു സഭയിലെ കാര്യമല്ല, സഭകളുടെ മധ്യത്തിൽ സഭകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. അതായത് എന്താണ്, അവരുടെ വൈകാരികമായിരിക്കുന്ന ആ ഒരു സാന്ത്വനത്തിൽ വരുന്ന ഒരു ദാരിദ്ര്യാവസ്ഥ ദൈവജനത്തിൻ്റെ ഇടയിൽ നന്നായിട്ടുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഒരു ശുശ്രൂഷകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ പ്രത്യേകിച്ച് തിയോളജി, വ്യാഖ്യാനം, 3 പോയിൻ്റ് സെർമൺസ്, ഇതൊക്കെ ഒരു സെറിബ്രൽ തലത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. ഇതെല്ലാം മോശമാണെന്നല്ല, ഇതെല്ലാം വളരെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഒരു സെർമൺ നമ്മൾ നന്നായി ഡെലിവറി ചെയ്താൽ അതോടുകൂടി ആ സഭയുടെ എല്ലാ വൈകാരിക ആവശ്യങ്ങളും നിറവേറി, അവരുടെ എല്ലാ ഇടയൻ ചെയ്യേണ്ടതായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളും അതിലൂടെ നിറവേറ്റപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ ചിന്ത തെറ്റായിരിക്കുന്ന ഒരു ചിന്തയാണ്. ഈ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ കുറിച്ച് പറയുന്നത്, പൗലോസിന് സെർമൺസ് പറയാൻ വല്ല പ്രശ്നമുണ്ടോ, വ്യാഖ്യാനം പറയാൻ പ്രശ്നമുണ്ടോ, തിയോളജി ഡെവലപ്പ് ചെയ്യാൻ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. പക്ഷേ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അതൊന്നും വർക്കാകാത്ത, അതിലപ്പുറത്തേക്കുള്ള ചില നീഡ്
എല്ലാ വിശ്വാസികൾക്കും ഒരു സഭയെ സംബന്ധിച്ചിട്ടുണ്ട്. അവിടെ പറയുന്നത്, അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചും കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ സ്നേഹവും വാത്സല്യവും നല്ല വികാരങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്ന ഒരു ശുശ്രൂഷ സഭയിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരു മനുഷ്യൻ മടുത്ത് നിൽക്കുക, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ മടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കർത്താവിൽ ആശ്രയിച്ചാൽ മതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊക്കെ വെറുതെ ഒരു പറച്ചിലെന്നുള്ളതേ ഉള്ളൂ. മനുഷ്യർ പലവിധ ആവശ്യങ്ങളിലൂടെ പോകുന്ന സമയത്ത് ചർച്ചിലെ ഇടയന്മാരായിരിക്കുന്ന മനുഷ്യർക്ക്, സഹോദര സാരമില്ല, ദൈവം ഒരു വഴി ഉണ്ടാക്കും, അത്രയെങ്കിലും പറയാനായിട്ട് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ശുശ്രൂഷയിൽ വിജയിക്കുന്നത്? അത്രയെങ്കിലും നമുക്ക് പറയാൻ പറ്റേണ്ടത് ദൈവം സഹായിക്കും, സഹോദര പേടിക്കണ്ട, ഞങ്ങളൊക്കെ കൂടെയുണ്ട് എന്ന ഒരു ആശ്വാസത്തിൻ്റെയും അഫർമേഷൻ്റെയും ഒരു മെസ്സേജ് ഈ വിശ്വാസികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ ഇത്രയും വലിയൊരു മനുഷ്യൻ എന്തോരം അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ്. അദ്ദേഹം ഇപ്പോൾ തെസ്സലോനിക്കയിൽ വന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിശ്വാസികളെ ഓമനിക്കുക എന്നാണ് പറയുന്നത്. ഓമനിക്കുകയാണ്. അപ്പോൾ അവർക്ക് തെറ്റും കുറ്റങ്ങളൊന്നും അവർക്കില്ലേ? തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് തെറ്റില്ലാത്ത ആളുകൾ കുറ്റമില്ലാത്ത ആളുകളുമാണോ? അങ്ങനെയല്ല. പിന്നെ എന്താ പൗലോസ് അപ്പോസ്തലൻ ചെയ്തത്? അതൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ തന്നെ അവർക്ക് സ്നേഹവും കരുതലും ഇമോഷണൽ ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങും ഒക്കെ വിശ്വാസികൾക്ക് ആവശ്യമാണ്. നമ്മൾ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ പറയും, നമ്മൾ ഇമോഷൻസിനെ കുറിച്ചൊക്കെ പറയും, പക്ഷേ ഇതൊന്നും ആവശ്യത്തിന് ഡെവലപ്ഡ് ആയിട്ടില്ല നമ്മുടെ ശുശ്രൂഷകളിൽ. പ്രിയമുള്ളവരെ, ആ നിലയിലുള്ള ഒരു ശുശ്രൂഷയും ഒരു പുരോഗതിയൊക്കെ വാസ്തവത്തിൽ നമ്മളുടെ ഇടയിൽ ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ. നമ്മൾ അങ്ങനെ ഒത്തിരി തിയോളജി നമ്മൾ പറയണം, തീർച്ചയായിട്ടും പറയേണ്ട ആളുകളാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ മനുഷ്യരുടെ ആവശ്യങ്ങളെയും മനുഷ്യരുടെ മാനസികമായ ബുദ്ധിമുട്ടുകൾ, വൈകാരികമായിരിക്കുന്ന പ്രയാസങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇടയന്മാരെ കൊണ്ട് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കല്യാണം കഴിക്കാൻ ഒത്തിരി ഏജ്ഡായിട്ട് നിൽക്കുന്ന ഒരു പെങ്കൊച്ച് ചർച്ചിലുണ്ട്. അവൾ ചിരിച്ചിട്ട് തന്നെ നാളുകളായി. വിശ്വാസികൾക്ക് സഭയിലെ മൂപ്പന്മാർക്ക് എന്നാ പറ്റും? കല്യാണത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുന്നത്? ദൈവം നടത്തുമ്പോൾ നടക്കും, അല്ലാതെ ഇപ്പം എന്നാ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കൈ കഴുകുക. അല്ലെങ്കിൽ പറയാം, മോളെ, ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും, ദൈവം സഹായിക്കും. അത്രയും പറയാനായിട്ട് നമുക്ക് പറ്റില്ലേ? ജോലി കിട്ടാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരിക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തോട് എടാ മോനെ ദൈവം സഹായിക്കും എന്ന് പറയാൻ നമ്മളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നമ്മുടെ ഇടയ ശുശ്രൂഷയിൽ നമ്മൾ എങ്ങനെയാണ് വിജയിക്കുന്നത്? ഇത്രയും ചെയ്യാൻ കഴിയാത്ത നമ്മൾ ഇതിനേക്കാൾ അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും എന്ന് വിചാരിക്കുന്നതിൽ എങ്ങനെയാണ്? അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നത്, ഈ വിശ്വാസികൾ ഇടയന്മാരുടെ കൈക്കീഴിൽ ഈ നാരങ്ങ വെച്ച് പിഴിയാൻ നേരത്തെ ഈ കടകളിലുണ്ടല്ലോ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ അമർത്തി എടുക്കുന്നത് പോലെ ആളുകൾ ക്രഷ്ഡായി പോകും, വൈകാരികമായി ക്രഷ്ഡായി പോകുന്ന അനുഭവത്തിലേക്ക് എത്തിപ്പെടും. അങ്ങനെ വരാതിരിക്കാനായിട്ട് ദൈവം നമുക്ക് ഒത്തിരി കൃപ തരട്ടെ. അതാ ഇവിടെ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു, ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ. അപ്പോൾ എത്ര ഹൃദ്യമായിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എൻ്റെ ബന്ധങ്ങൾ എത്ര അനുഗ്രഹമായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതുമാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ്റെ ശുശ്രൂഷയിൽ അദ്ദേഹം പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ 20:31 പറയുന്നത്, അദ്ദേഹം ധാരാളം ബുദ്ധി ഉപദേശം പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് വിശ്വാസികൾക്കും സഹപ്രവർത്തകർക്കും ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്, ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. കേവലം ഒരു പ്രസംഗം പറയുക മാത്രമല്ല, പേഴ്സണൽ ലെവലിൽ അവർക്ക് വേണ്ടത് അവരുടെ ജീവിതത്തിൽ നേരിടാനും വളരാനും വേണ്ടിയതായിരിക്കുന്ന ബുദ്ധി എന്താണോ, വിവേകം എന്താണോ, അത് പറഞ്ഞും കൊടുക്കുന്ന ഒരു ശുശ്രൂഷ. മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ ഇത് പറഞ്ഞ സമയത്ത് വളരെ ചിരിച്ച് നോ പ്രോബ്ലം എന്ന നിലയിലല്ലോ പൗലോസ് ഇത് പറഞ്ഞത്, കണ്ണുനീര് വാർത്തുകൊണ്ടാണെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ വളരെ ടച്ചിങ് ആയിട്ടാണ്. അദ്ദേഹത്തിന് അറിയാം ഇത് ഈ ലൈനിലല്ല പോകുന്നെങ്കിൽ ഇതിൻ്റെ അന്തം എന്താണ്, വിശ്വാസികൾ മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ദൂരേക്ക് നോക്കി കാണാനുള്ള കഴിവും
കാതും അത് മനസ്സിലാക്കാനുള്ള ശേഷിയും അപ്പോസ്തലനായ പൗലോസുണ്ട്. പൗലോസ് അപ്പോസ്തലൻ മൂപ്പന്മാരോട് സംസാരിച്ച സമയത്ത് ഒരു ഫീലിങ്ങും ഇല്ലാതെയല്ല പറഞ്ഞത്. വിശ്വാസികളോട് പറഞ്ഞ സമയത്ത് ഒരു ഫീലിംഗ് ഇല്ലാതെയല്ല പറഞ്ഞത്. കണ്ണുനീരോടുകൂടി, കണ്ണുനീർ വാർത്ത്, വളരെ ഭാരപ്പെട്ട്, സങ്കടപ്പെട്ട്, എൻ്റെ പൊന്നു സഹോദരന്മാരെ, നമ്മൾ മുറുകെ പിടിക്കേണ്ടതായ കാര്യങ്ങൾ മുറുകെ പിടിക്കണം, അല്ലെങ്കിൽ നമ്മൾ വലിയ ആപത്തിൽ ചെന്ന് ചാടും എന്ന കാര്യം താൻ വളരെ ഹൃദയസ്പർശിയായിരിക്കുന്ന വിധത്തിൽ തന്നെ പറഞ്ഞു എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും ചർച്ചിലെ ആളുകളേക്ക് ഓർത്ത് നമ്മൾ കരയുമെന്ന് ചോദിച്ചാൽ ഡിപ്പെൻഡ്സ് അപ്പോൺ പേഴ്സണാലിറ്റി, ടെമ്പറമെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ. എങ്കിലും നമ്മുടെ ഉള്ളിൽ അവരെയൊക്കെ ഓർത്ത് ശരിക്കും ഒരു സങ്കടമുണ്ടോ, ഒരു ഭാരമുണ്ടോ? ഒരു കർത്താവ് അവർ എന്തു വില കൊടുത്തൊക്കെ വന്ന ആളുകളാണ്. ഇപ്പം അവരെങ്ങും അല്ലാതെ ആയിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സമൂഹം എന്തു പറയും? അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് പറ്റേണ്ടത് വളരെ ആവശ്യം. നമ്മുടെ കൂടെ വന്ന ആളുകളാണ്, നമ്മുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. അവരിപ്പം പാതി വഴിയിലെത്തി പിന്തിരിഞ്ഞു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നാൽ സുവിശേഷത്തിന് അതുകൊണ്ടുള്ള നന്മ എന്താണ്? ദൈവത്തിൻ്റെ നാമത്തിന് അതുകൊണ്ട് മഹത്വം. ഈ സഭയുടെ ഭാവിയെയും വർത്തമാനകാല എക്സിസ്റ്റൻസിനെയും അതെത്ര പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. ദൈവം ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവവും ഒരു ധൈര്യവും ഒക്കെ നമുക്ക് വേണം. തീർച്ചയായിട്ടും വേണം. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ മോശയൊക്കെ പറഞ്ഞു, കർത്താവ് ഇവർ ഈ മരുഭൂമിയിൽ കിടന്ന് ചത്തുപോയാൽ എന്ത് പ്രയോജനമുള്ളത്? ശരി, അവർ തെറ്റാണ് ചെയ്ത്, പാപമാണ് ചെയ്തൊക്കെ ശരിയാണ്. പക്ഷേ ഇവരെ മരിച്ചു പോയാൽ ആളുകൾ പറയാൻ പോകുന്നത് യഹോവയായിരിക്കും ദൈവം മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, പക്ഷേ ഈ ദൈവത്തിന് പറഞ്ഞ കാര്യം ചെയ്യാനുള്ള കഴിവൊന്നുമില്ല എന്നേ ആളുകൾ പറയുള്ളൂ. അങ്ങനെ എന്തിനാണ് നമ്മൾ പറയിപ്പിക്കുന്നത് എന്ന് ദൈവസന്നിധിയിൽ താൻ പറയാനായിട്ടിടയായി. മാത്രമല്ല, താൻ ഈ ആടുകളെ പ്രൊട്ടക്റ്റ് ചെയ്തു, കരുതി, സൂക്ഷിച്ചു. നാലാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് മൂന്നാമത് പറയുന്നത് എങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തത്? പൗലോസ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്തത് അവരെ വചനം പഠിപ്പിച്ചാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്തത് വചനം പഠിപ്പിച്ച്. നമുക്ക് എപ്പോഴും നമ്മുടെ സഹോദരന്മാരുടെ ഒപ്പം, സഹോദരിമാരുടെ ഒപ്പം, പിള്ളേരുടെ ഒപ്പം ഒന്നും നമുക്ക് പോകാനും കാര്യങ്ങൾ പറയാനും ഒന്നും പറ്റില്ല. പക്ഷേ അവിടെ ചെയ്തതായിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ദൈവത്തിൻ്റെ വചനത്തെ റെഗുലറായിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു. അത് അവരുടെ മനസ്സിൽ നന്നായിട്ട് ഉറപ്പിച്ചു. നമ്മുടെ ചർച്ചിൽ വളരുന്ന ഒരു സഭയാണെങ്കിൽ പുതിയ വിശ്വാസികൾ കുറച്ച് പേരുണ്ടാവും, പഴയ വിശ്വാസികൾ കുറച്ച് പേരുണ്ടാവും, വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയ കുറച്ച് പേരുണ്ടാവും, മിഡ് ലൈഫ് ക്രൈസിസ് ഉള്ള കുറേ ആളുകളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ബോയ്സ് ഉണ്ട്, അങ്ങനെ പല നിലകളിലുള്ള ആളുകൾ ഒക്കെയുണ്ട്. അതുപോലെ ദൈവവചന സത്യങ്ങളിൽ നന്നായി പഠിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും കണ്ടേക്കാം. ഈ മനുഷ്യരുടെ ആവശ്യങ്ങളൊക്കെ കേറ്റർ ചെയ്യാൻ കർത്താവ് എന്നെ കൊണ്ട് പറ്റൂ, എത്രത്തോളമൊക്കെ പറ്റുന്നുണ്ട്, എത്രത്തോളമൊക്കെ സാധിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയല്ലേ എന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ചൊരു പ്ലാൻ തയ്യാറാകുവാൻ. പ്രസംഗത്തെക്കുറിച്ച് പറയുന്നത് ഓരോ വേദഭാഗങ്ങൾ പഠിച്ച് അവിടുത്തെ വിഷയം മനസ്സിലാക്കി പറയുക എന്നുള്ളത് മാത്രമല്ല, സഭയുടെ ആവശ്യമറിഞ്ഞ വിഷയങ്ങൾ കണ്ടെത്തി പ്രസംഗിക്കുക, അതും വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ സഭ നേരിടുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ മുൻപിൽ ഇവിടെയുള്ള ആളുകൾക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കണമെങ്കിൽ അതിനുള്ള ഒരു തിയോളജിക്കൽ സപ്പോർട്ട് ഇവർക്ക് ആവശ്യമാണ്. അത് പഠിച്ച് പറഞ്ഞ് പങ്കുവെക്കാനും അവരെ ഉത്സാഹിപ്പിക്കാനുമായിട്ട് നമുക്ക് സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ടെക്സ്റ്റ് മാത്രമല്ല വിഷയങ്ങളെ തീരുമാനിക്കുന്നത്, ആവശ്യങ്ങളും തീർച്ചയായിട്ടും അതിനെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം പറയേണ്ടുന്ന മറ്റൊരു കാര്യം, നാലാമത്തെ കാര്യം, ഇടയ ശുശ്രൂഷ ഈ ഇസ്രായേലിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയാണ്. ഇതെല്ലാം ചെടിയുടെയും ചുവട്ടിൽ ചെന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. ഇവിടെ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ 20-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ ഈ വലിയ മനുഷ്യൻ പറയുകയാണ്, കർത്താവിനെ സേവിച്ചു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. പരസ്യമായും വീടുതോറും. ഇപ്പോൾ ചില ആളുകൾ വരുന്ന വീട് തോറും എന്ന് പറയുന്നത്, വീട് തോറും സഭകൾ എഫെസോസിൽ പലതുണ്ടായിരുന്നു, അവിടെ പൗലോസ് എത്തിപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്നവരുണ്ട്. എന്തായാലും ശരി, അവിടെ എത്തിപ്പെട്ടല്ലോ. ഇനി അതല്ല വ്യക്തികളുടെ ഭവനമാണെങ്കിൽ അതും ശരിയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഇടയ ശുശ്രൂഷ ആളുകളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു അച്ചടക്കവും ഒരു പ്ലാനും
ഒരു തീരുമാനമൊക്കെ നമുക്ക് ആവശ്യമാണ്, തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ ആളുകളുടെ ഇടയിലേക്ക്, ആളുകളുടെ ജീവിതങ്ങളിലേക്ക് കർത്താവിൻ്റെ സന്ദേശം, കർത്താവിൻ്റെ ആശ്വാസം, ബലം, കൃപ, പരിജ്ഞാനം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കണ്ടേ. എങ്ങനെയാണ് അത് എത്തുന്നത്? അത് എത്തണമെങ്കിൽ ഇടയന്മാരായിരിക്കുന്ന ആളുകൾ വീട് വിട്ടിറങ്ങണം, ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം, വീടുകളെ സന്ദർശിക്കണം, അവരുമായിട്ട് ഇരിക്കണം, സംസാരിക്കണം, ഉത്സാഹിപ്പിക്കണം. ഇതൊക്കെ നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ ആളുകളെ സുവിശേഷം പറഞ്ഞ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കണ്ടേ? ആളുകളോട് സുവിശേഷം പറയണമെന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമാണ്, നമ്മളത് ചെയ്യണം. എന്നാൽ ഈ സഭയുടെ പുരോഗതിയെക്കുറിച്ച് പല നല്ല ദൈവദാസന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ളത്, അവർ പറയുന്നത് ആളുകളെ നിങ്ങൾ ബലപ്പെടുത്ത്, അവരാളുകളെ മുന്നോട്ട് കൊണ്ടുവരും. ആളുകളെ നിങ്ങൾ ബലപ്പെടുത്ത്, അവരാളുകളെ വിളിച്ച് സഭയ്ക്കകത്ത് കൊണ്ടുവരും. ആളുകളുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ വരട്ടെ. അപ്പോൾ ആളുകൾ ചോദിക്കും, അയ്യോ ചേട്ടനും ചേച്ചിയൊക്കെ പോയിട്ട് എന്ത് വ്യത്യാസമായിപ്പോയി, എന്ത് അനുഗ്രഹമായി, അവരിപ്പം എത്ര മാനമായിട്ടാണ് നടക്കുന്നത്, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ അവർ പറയും, ഒന്ന് വന്നു നോക്ക്. ആളുകൾ ചർച്ചിലേക്ക് വരും. എല്ലാവരെയും ഇടയന്മാർ വിചാരിച്ച് സഭയ്ക്കകത്ത് എത്തിക്കാൻ പറ്റില്ല. ഗോസ്പൽ എല്ലാവരോടും പറഞ്ഞ് പൂർത്തിയാക്കുക എന്ന് പറയുന്നത് ഒരാളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നുമല്ല. അതിനൊരു സഭ മുഴുവനും സമർപ്പണത്തിലേക്ക് വരേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, ഈ ശുശ്രൂഷ എന്ന് പറയുന്ന ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു പരിപാടി ചർച്ചിൻ്റെ ഇടയന്മാർക്ക് വേണം. ഒരു ഇടയനെ കൊണ്ട് തന്നെ പറ്റില്ല. ചർച്ചിലെ ശുശ്രൂഷ എന്ന് പറയുന്നത് പ്ലൂറൽ മിനിസ്ട്രിയാണ്. അവരൊരു പ്ലാൻ തയ്യാറാക്കി അത് ചെയ്യണം. അത് ചെയ്യുന്ന സമയത്ത് ആളുകളെ നമുക്ക് മനസ്സിലാകും. കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകളെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അവരുടെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിയാം. പണ്ട് ഏതോ ചർച്ചിലെ ആരോ പറഞ്ഞെന്ന് പറഞ്ഞു, സഹോദരൻ എന്നാൽ ഇനി തൊട്ട് ഈ ചർച്ചിലേക്ക് വാ എന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ 2 വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട് സഹോദരന്മാരെ എന്ന് പറഞ്ഞു. അത് ശരി, അത് ഭയങ്കരമായി പോയല്ലോ. ഒരാളെ ആത്മാവിനെ കൊണ്ടുവന്നതിൻ്റെ സന്തോഷത്തിൽ ചോദിച്ചതാണ്. പറയാം, ഞാനിവിടെ കുറേ കാലമായിട്ട് വരുന്നുണ്ട്. ഈ ശുശ്രൂഷ ചെയ്യുന്ന മനുഷ്യർക്കൊരു നല്ല മനസ്സ് വേണമെന്നാണ് പറയുന്നത്. നല്ല മനസ്സ് വേണം. ഈ നല്ല മനസ്സ് എന്ന് പറയുന്നത് അപ്പോസ്തലനായ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ പറയും, നിർബന്ധത്താലല്ല എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ സഹോദരന്മാരൊക്കെ പറയും, പിന്നെ എന്നെ ആക്കി വെച്ച സഹോദരന്മാരുണ്ട്, അവരും വല്ലപ്പോഴും കാണുമ്പം ഇപ്പം എങ്ങനെയുണ്ട് ശുശ്രൂഷ എന്ന് വെച്ച് എന്നെ ചെയ്യാതിരിക്കാനും പറ്റില്ല, ആകപ്പാടെ ഒരു പ്രശ്നമാണല്ലോ. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത്? മനസ്സോടെ ചെയ്യണം. എങ്ങനെ ഈ മനസ്സോടെ ചെയ്യുന്നത്? ഈ മിനിസ്ട്രിയെക്കുറിച്ച് പറയുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഇതെന്നെ ദൈവം ഏൽപ്പിച്ച ഒരു മിനിസ്ട്രിയാണ്, ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതിൻ്റെ ചലഞ്ചസും ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ഞാനിത് ആത്മാർത്ഥതയോടെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവേ, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ ആ സഭ വളരില്ല. തീർച്ചയായിട്ടും വളരും. അവിടെയുള്ള വിശ്വാസികൾക്ക് എല്ലാ അർത്ഥത്തിലുള്ള പുരോഗതിയും സന്തോഷവും തീർച്ചയായിട്ടും കർത്താവ് നൽകും. ഇത് ഒരാടിനെ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന പോലെ ശുശ്രൂഷ ചെയ്യിപ്പിക്കാനായിട്ട് ഒരിക്കലും പറ്റില്ല. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത്, ഇതുകൊണ്ട് എനിക്ക് എന്ത് പ്രതിഫലം കിട്ടും, എന്ത് പ്രയോജനമാണ് എനിക്ക് വരാനുള്ളത്, എനിക്ക് യാതൊരു മോണിറ്ററി ബെനഫിറ്റും ഇതിനകത്തില്ല. അതൊക്കെ ശരിയായിരിക്കും, ശരിയല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ പ്രതിഫലം നമ്മുടെ പ്രതിഫലം തരുന്നതിൽ ആരെല്ലാം പരാജയപ്പെട്ടാലും ദൈവം പരാജയപ്പെടുന്ന പ്രശ്നം ഇല്ല. ദൈവം പ്രതിഫലം തന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. വേറെ ആരെല്ലാം തന്നാലും ശരി, അതിനെല്ലാം അതിൻ്റേതായിരിക്കുന്ന പരിമിതികളുണ്ട്. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ശുശ്രൂഷയെ കണ്ട്, നമ്മുടെ ആത്മാർത്ഥതയെ കണ്ട്, നമ്മുടെ പരിശ്രമങ്ങളെ കണ്ട് അവൻ നമ്മളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചാൽ, പ്രതിഫലങ്ങൾ തരാൻ തീരുമാനിച്ചാൽ, അത് എത്ര വലിയ പ്രതിഫലമാണ്, എത്ര വലിയ അനുഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് പത്രോസ് പറയുന്നത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ ശുശ്രൂഷ മനസ്സോടെ ചെയ്യണം. മനസ്സോടെ. ചിലപ്പോൾ ആളുകൾ നമ്മളെ പരിഹസിക്കുകയൊക്കെ ചെയ്യും, നിന്ദിക്കുകയൊക്കെ ചെയ്യും. ഈ കഴിഞ്ഞ ദിവസം എൻഗോസ് കല്ലൂർക്കാട് വന്നൊരു മെസ്സേജ് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിൻ്റെ ടോപ്പിക്ക് അവൻ അപമാനം അലക്ഷ്യമാക്കി. നല്ല ഒരു പ്രസ്താവനയാണ്. അപമാനം അലക്ഷ്യമാക്കി.
എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അപമാനിച്ചതുപോലെ ലോകത്തിൽ ഒരു മനുഷ്യനെ ആര് വിചാരിച്ചാലും അപമാനിക്കാൻ പറ്റില്ല. അത്ര കണ്ട് മോശമായിട്ട് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തു. എന്നാൽ കർത്താവ് ഈ ശുശ്രൂഷയൊക്കെ ചെയ്ത് തൻ്റെ മരണസമയത്തുള്ള തൻ്റെ അപമാനത്തെക്കുറിച്ചൊക്കെ പറയുന്നത് അതൊന്നും കാര്യമായിട്ടെടുത്തില്ല, അലക്ഷ്യമാക്കി കളഞ്ഞു. അതൊക്കെ ചെയ്ത നിങ്ങളും ദൈവവുമായിട്ട് തീർത്ത് നൺ ഓഫ് മൈ ബിസിനസ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷ ആളുകൾ കണ്ടറിഞ്ഞ് വിലമതിക്കുമെന്നും ബഹുമാനിക്കുമെന്നും ഹാരാർപ്പണം ചെയ്യുമെന്നും ഒന്നും പ്രതീക്ഷിച്ച് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യേണ്ട. പക്ഷെ നമ്മുടെ ആത്മാർത്ഥതയും നമ്മുടെ സത്യസന്ധതയും നമ്മുടെ കഠിനാധ്വാനത്തെയും ശ്രദ്ധിക്കുന്ന ശ്രേഷ്ഠ ഇടയനായിരിക്കുന്ന ക്രിസ്തുയേശു അവൻ കണ്ടിട്ടുണ്ട്. അവൻ നമുക്ക് വേണ്ടിയ പ്രതിഫലവും മാനവും അംഗീകാരവും ഒക്കെ തരും. അത് തരാതിരിക്കുമൊന്നുമില്ല. അതിന് കർത്താവ് പരാജയപ്പെടില്ല, നമ്മളെ പരാജയപ്പെടുത്തിയല്ല. നമ്മളോട് പറയുന്നത് താഴ്മയോടെ ചെയ്യണം, മനുഷ്യരുടെ മേൽ അധികാരം നടത്തിക്കൊണ്ടല്ല, മാതൃകയുള്ള ആളുകളായി വിനയത്തോടെ വിവേകത്തോടെ ഈ ശുശ്രൂഷ ചെയ്യണം. മാത്രമല്ല പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാനൊരു കൂട്ടുമൂപ്പനാണ് എന്ന് പറഞ്ഞാൽ ഈ മൂപ്പന്മാരുടെ ഇടയന്മാരുടെ അധ്യക്ഷന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യേണ്ടതല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യേണ്ടതാണ്. എ ഷെയർഡ് മിനിസ്ട്രി. ഒരു സഭയെ അതിൻ്റെ അനുഗ്രഹത്തിലേക്കും അനുഭവത്തിലേക്കും ഒക്കെ എത്തിക്കാൻ ആരെങ്കിലും ഒരാൾ തന്നെ വിചാരിച്ചാൽ പറ്റുമോ? ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. ഒന്നും ചെയ്യാതിരുന്ന എന്നാ ഒന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ശരിക്കും ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഒന്നും ചെയ്യുന്നില്ല, എന്തോരം കാര്യങ്ങളാണ് ഈ ചർച്ചിൽ ചെയ്യാനായിട്ട് കിടക്കുന്നത്.